നീ വാ, ഇവിടുന്ന് എങ്ങനെയും പോകടാ. നമുക്ക് ഏതെങ്കിലും മരത്തിൻ്റെ വീട്ടിലോ മരത്തിൻ്റെ മുകളിലോ കയറി ഇരുന്നാലോടാ. നോക്കട്ടാ, ഇതിൻ്റെ ആട്ടം എന്താ എല്ലാം നോക്കട്ടെ. ഇതെന്താ സംഭവം നോക്കട്ടെ. അയ്യോ വവ്വാല്. വവ്വാല് കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിന്നെ ഇതെന്താ ഇത്? മൈമാളി നോക്കി ഇറങ്ങ, ഇവിടെ സ്ലിപ്പാവുന്നു. അയ്യോ എന്താടാ വവ്വാല് മുഖത്തേക്ക് ഒരുപാടുണ്ട് ചേട്ടാ. നീ ഇങ്ങോട്ടൊന്ന് അടിച്ച ലൈറ്റ്. അയ്യോ ഇവിടെ ഒരു ഗുഹയും പൊത്തും ഒക്കെ ഉണ്ടടാ. നോക്കട്ടെ, വല്ല പെരുമ്പാമ്പ് ഉണ്ടാവേ. അയ്യോ അയ്യോ വവ്വാൽ ഒരുപാടുണ്ട് കേട്ടാ. എവിടെ ഇതെത്രയാ ഇതൊക്കെയാ? പൊന്നെ എടാ നോക്കട്ടോ. ഈ ലൈറ്റ് കൊടുത്ത് നോക്കട്ടെ, എന്നിട്ട് വേണം ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാൻ. ഇങ്ങോട്ട് മേടി. വലിയ ഗുഹയാട്ടാ, നല്ല വലിപ്പമുണ്ട്. ഇതിപ്പോ രാവിലെ കാണാൻ പറ്റുമോ ഇതിന്റെ കോലം? രാത്രി ആയതുകൊണ്ടൊന്നും വിഷ്വൽസ് എങ്ങനെ? നോക്കട്ടെ. ഒരു വല്ലാത്ത സ്മെല്ലല്ലേ വവ്വാലിന്റെ. വവ്വാലിന്റെ വവ്വാലാണോ ഇനി വേറെ വല്ലതും ആണോ? ഒരു പൂച്ച. പാമ്പൊക്കെ ഉണ്ടോ ഇവിടെ? രാജവെമ്പാല. രാജവെമ്പാല. ഇവിടെ തന്നെ പറ്റൂടാ. ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പുറത്ത് കൊടും കാട്, ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ വവ്വാലിന്റെ സ്മെല്ല്, വവ്വാലാണോ സ്മെല്ല് വരുന്നത്. നോട്ടെ, ടോർച്ചുണ്ടോ? കുഴപ്പമില്ലല്ലേ? ഇത് വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലം തോന്നുന്നു അല്ലേ ഇവിടെ അല്ലേ? ആ വെള്ളച്ചാട്ടം മഴയത്ത് ഇവിടെ കൂടെ ഒക്കെ മഴ പെയ്ത വെള്ളം ഫുള്ള് വരും. ശ്രദ്ധിക്കണം. അതാണ് ഈ കച്ചറയും കച്ചറ ഒഴുകി വന്നിട്ടുണ്ട്. ഈ കുറെ ക്യാരി ബാഗ് പോലെ കുപ്പിയും. ക്യാരി ബാഗ്. ഇവിടെ തന്നെ സെറ്റാക്കല്ലടാ. അപ്പം നമ്മളെന്തായാലും നടന്ന് ഒരു ഗുഹേൻ്റെ ഉള്ളിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-100 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ഗുഹയിലടാ. 100 കൂടുതൽ ആൾക്ക് ഇരിക്കാന്നാണ് മായക്കാരൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും നമ്മൾ 2 പേരും ഉള്ളൂ ഇപ്പോൾ ഇവിടെ. 100 പേര് ഇരിക്കുന്ന ഗുഹയിൽ ഞങ്ങൾ 2 പേരും ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും രാത്രി വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. വേറെ പന്നി ഒക്കെ വരും അല്ലേ? പന്നിയൊന്നല്ല ഇത്. ഇതിൻ്റെ അകത്ത് പന്നി, ഇതിനകത്ത് എല്ലാ മൃഗങ്ങളും വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. നല്ല തണുപ്പുണ്ട്. എൻ്റെ ഒരു ഇതിലെന്താ അറിയോ ഇവിടെ ഉണ്ടാവുക? പാമ്പ് ഉണ്ടാവും. പാമ്പ് രാജനുണ്ടാവും. അതാ നമ്മളെ രാജൻ ഇതിലൊക്കെ ഉണ്ടാവുമെന്നാണ് വന്നപ്പോൾ മുതൽ ഇപ്പം പറയുന്നത് കേട്ടോ. പെരുമ്പാമ്പൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്. പിന്നെ നിറച്ച് വവ്വാലായിരുന്നു. ഞങ്ങൾ കയറി വന്ന സമയത്ത് നിറച്ച് വവ്വാലായിരുന്നു. ഇപ്പോൾ ഏകദേശം നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനത്തെ ജീവികളൊക്കെ ഇരിക്കാൻ ചാൻസ്. അപ്പോൾ ഇന്നെന്തായാലും ഞങ്ങൾ ഭക്ഷണം നേരത്തെ കുറച്ച് മുമ്പ് കഴിച്ചിരുന്നു. അപ്പോൾ നൂഡിൽസാണ് ഉണ്ടാക്കി കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇനി എന്തെങ്കിലും ചെറുതായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം അല്ലേ? ചോളം ഉണ്ടല്ലോ, അത് ബാഗിലുണ്ടോ? ആ ബാഗിലുണ്ട്. അപ്പോൾ ചോളം ഉണ്ട്, അത് ചുട്ട് കഴിക്കണേ തീയിടണ്ടേ? അതാണ് പ്രശ്നം. ഈ ഗുഹക്കുള്ളിൽ തീയിടാൻ പറ്റില്ല. അപ്പോൾ ഓക്സിജൻ കുറഞ്ഞു. ഓക്സിജൻ കുറയണമല്ല, ഇവിടെയൊക്കെ തീയിട്ട ഞാൻ നല്ല വെള്ളം ഉണ്ടല്ലോ ഇവിടെ. അവിടെ നോക്കിയിറങ്ങണം കേട്ടോ. വെള്ളം ഉണ്ടല്ലേ? നല്ല തെളിഞ്ഞ വെള്ളടാ. ഓ നല്ല തണുപ്പ്. അടിപൊളി വെള്ളം. ഇതെന്താ അറിയോ, ഇങ്ങനെ ഉറവുണ്ടോ ഇങ്ങനെ വരുന്ന നല്ല വെള്ളം. വേണേ ഒന്ന് കൈയും കാലൊക്കെ കഴിക്കാം. ഓക്കെ, നല്ല തണുപ്പാടാ വെള്ളത്തിന്. നല്ല തണുപ്പുണ്ടല്ലേ?
ഇവിടെ ബാഗിൻ്റെ സിബൊക്കെ അടച്ചിരുന്നു കേട്ടോ. എവിടെയുടെ കിടക്കുക? ഒരാൾ ഈ പാറമ്മ കിടക്കൂടെ? നീയോ? അതോ ഞാൻ അവിടെ കിടക്കണോ? എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഉറങ്ങാൻ പോകുന്നില്ല. ഉറങ്ങൽ നടക്കുന്നില്ല ഇതിനകത്ത്, എങ്ങനെ ഉറങ്ങാനാ? കുറച്ചേരെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ പറ്റുമോ? 4 ഭാഗത്തും ഗുഹ പോവുകയാണ് ഇങ്ങനെ, ഏത് ഭാഗത്തുനിന്ന് എന്താ വരാന്നൊന്നും പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ലൈറ്റ് എത്തിച്ച് വെക്കാലോ. നമ്മൾ ചോള ഉണ്ട് നമ്മുടെ അടുത്ത്, പിന്നെ തക്കാളി കിടാവണ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഒന്നും വേണ്ട. നമ്മളെന്തായാലും ചോളം നമുക്കിവിടെ തീ ഇടാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ തീ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം പുകയായിരിക്കും, ശ്വാസം മുട്ടി ചത്തുപോകും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ഈ സ്റ്റൗവിനകത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തിന്നാം, അതേപ്പോൾ നടക്കുള്ളൂ. ഇവിടെ വെക്കാം അല്ലേ? എന്ത് ചെലന്തിയോ? നോക്കിട്ടോ, ചെലന്തിന്റെ വായിലൊന്നും കൈയിടല്ലേ. നിനക്ക് എന്ത് സാധനം കിട്ടിയാലും അതിനൊരു പിടിക്കണ പരിപാടി ഉണ്ടേ. നമ്മൾ വിശക്കുന്നൊന്നുമില്ല കാര്യമായിട്ട്. നമ്മൾ കുറച്ച് മുമ്പെയാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണണം, ഇത് പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിനി ഇങ്ങനെ കാട് വിട്ട് കാട്, രാത്രിയും പകലും ഒക്കെ കാടിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും. പിന്നെ ആ സൈഡിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ട്. എടാ, ഈ സൈഡിൽ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം ഉണ്ട്. രാവിലെ നോക്കാം അല്ലേ? എടാ, നിന്റെ ഈ സ്റ്റവ് തുറക്കണ ഒരു ടൂളില്ലേ, അതൊന്ന് തരുമോ? നമ്മുടെ സ്റ്റൗവിൻ്റെ ഈ ഒരു നോബ് ഉണ്ടല്ലോ, അത് എവിടെയോ കളഞ്ഞു പോയി, അതുകൊണ്ട് ഇത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിയുടെ അടുത്തൊരു സാധനം ഉണ്ട്, ഒരു പ്ലെയർ പോലത്തെ. ഇത് വേണമെങ്കിൽ തൂക്കിടാൻ പറ്റുമോ? എടാ, നിന്റെ ആ സാധനം ഒന്ന് തരുമോ? എന്ത് സാധനം? മറ്റേ ടൂളേ, ഇത് കറക്റ്റ് തുറക്കും. അല്ലെങ്കിൽ ഇത് പറ്റില്ല. എന്താ വെച്ചാൽ ആ സാധനം പോയി. വന്നല്ലേ? ഇത് ആയുധങ്ങളാണ്, എല്ലാ സൈസ് ആയുധങ്ങളും ഇതിനകത്തുണ്ട്. ഇതുണ്ടോ, കുറേ സാധനങ്ങളുണ്ട്. സ്പാൻഡർ, ടൂൾസ്, കത്തി, കത്രിക. ഇത് നമ്മുടെ മായക്കാരൻ്റെയാണ്. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇത് നമ്മൾ ഗ്യാസ് തുറക്കാൻ നമ്മളിത് ഉപയോഗിച്ചു. സെറ്റ്. ഇനി നമ്മളെ ചോളം ഇങ്ങനെ വെച്ച് ചൂടാം. ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ? റൗണ്ട് ചുട്ടെടുക്കാം. എന്തായാലും ഭയങ്കര അന്തരീക്ഷമുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന സ്ഥലമാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഇവിടെ വരാൻ പറ്റില്ല, അതുപോലത്തെ സ്ഥലമാണ്. ശരിക്കും ഞങ്ങൾ ഈ സ്ഥലങ്ങളും ഈ യാത്രകളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുക കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു അനുഭവം വേറൊരു അനുഭവം. അത് അല്ല, ഞാൻ ശരിക്കും റിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞാലത് അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ ഈ കാട്ടിൽ യാത്ര ചെയ്യുക, കാട്ടിലൂടെ പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് കുക്ക് ചെയ്യുക, നല്ല മഴയത്ത് പോയിട്ട് ഏതെങ്കിലും ഗുഹേൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. അതൊക്കെ എന്തൊരു സുഖം എന്നറിയോ. ആ കാണുന്നവരായിരിക്കും അമ്മമാർക്ക് ഭ്രാന്താണ്, പക്ഷെ അതൊരു വേറെ വൈബാണ്. പിന്നെ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഹൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എല്ലാവരും ഹൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്യട്ടോ. ഞങ്ങളെന്തായാലും ഇത് ചുട്ട് കഴിച്ച് ഇവിടുത്തെ രാത്രി അനുഭവങ്ങളൊക്കെ കണ്ട് ഇവിടെ കിടക്കാൻ പോവുകയാണ്. എന്തായാലും ഇത് ചുടട്ടെ.
നമ്മള് ചോളം എന്തായി? ഇതാ ആവുന്നു. ഓ, ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു. എന്തൊക്കെ ജീവികളുള്ള ഇഞ്ചായിട്ട് ജീവികളാട്ടാ. ഫുള്ള് എല്ലായിടത്തും ഉണ്ട് അല്ലേ? എല്ലാ ഇടങ്ങളിലും ജീവികളാ ഉണ്ടാവും. എന്താ വെച്ചാ അതുപോലത്തെ സ്ഥലല്ലേ. പോലെ വേറെ സ്ഥലങ്ങള് പൈതാര മറ്റേ അത് ഇതൊക്കെ ഉണ്ട്. വലിയ മുതല പോലെയുള്ള പല്ലി. അതെ. ആ, ബ്ലാക്ക് കളറായിട്ട്. എന്റെ സ്റ്റോവ് മഴ നനഞ്ഞോണ്ടാന്ന് തോന്നുന്നുണ്ട്, അത് സ്റ്റക്കായിട്ടുള്ള. അതെ. ആ, ഞാനത് വർക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. അതൊന്ന് വെയിലത്തൊന്ന് ഇട്ടിട്ട് ഇതാക്കണം അത്. ഉണക്കണം. എന്നാ എന്തായാലും കേറിയല്ലേ, ഇതും കൊണ്ടാ കേറിക്കോ. പറയാ ഓ, നാരങ്ങ വീട്ടില്ല. നാരങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല. നല്ല ചൂടുണ്ടല്ലേ? ചൂടുണ്ടാവില്ല, പിന്നെ അതിൽ നിന്ന് എടുത്താലേ. എന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ ഒരു ചോളം ചുട്ട് കഴിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ജീവിക്കുന്നല്ലേ? സൂപ്പറായിട്ടാ. സെറ്റേ അടിപൊളി ടേസ്റ്റ് ഉണ്ടോ? ആ, ഇത് എവിടുന്ന് വരുന്ന ചോളം? ഇത് കർണാടക ആയിരിക്കും. കർണാടകല്ലേ? സ്വീറ്റ് അല്ലേ, മധുരല്ലേ? സ്വീറ്റ് കോണാ. നല്ല തണുപ്പുണ്ടല്ലോടാ. തണുപ്പ്. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം ഇവിടെ ഒന്നും കയറി കിടന്നാ വരില്ല, പക്ഷെ ഒലിച്ചു വരും. നമുക്കൊരു പെരും മഴക്കാലത്ത് വെള്ളം വരുന്ന കാലത്തൂടെ വന്നാലോ? എത്തിപ്പെടണം. നടന്നു വരണം. വെള്ളം കൂടുന്ന സമയത്ത് ഇവിടുത്തെ സംഭവം അറിയാലോ. എന്തായാലും ട്രൈ ചെയ്യാം അല്ലേ? എത്തിപ്പെടലാണ് പാട്. പക്ഷെ മഴയത്താകുമ്പോ പാമ്പൊക്കെ ഉണ്ടാവും. മഴയത്ത് നടക്കുമ്പോ വെക്കാം. കാറ്റടിക്കുന്നില്ലേ ഇവിടെ കൂടെ? ഇവിടെ വെള്ളക്കെട്ടുണ്ട്, വെള്ളം ചാടുണ്ട്. അതല്ല, കാറ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. നല്ല മണം. എന്താണ് സൗണ്ട് കേട്ടെ? അത് പെരിച്ചായ അങ്ങനത്തെ പെരിച്ചായി ഒക്കെ ഇവിടുന്ന് വല്ല മുള്ളമന്തി ആയിരിക്കും. മുള്ളംപന്നി ഉണ്ടാവും, പെരിച്ചായി ഉണ്ടാവും. പെരിച്ചായി നല്ല വലിയ സൈസ് പെരിച്ചായില്ല. പിന്നെ മറ്റേ സാധനം ഇല്ല അന്ന് വേണ്ട പൂരമാൻ, ആ എലീനെക്കാട്ടി കുറച്ച് സൈസ് കൂടുതൽ. ഇത് മതിയില്ലേ? അത് മതി. ഓഫാക്കണമെങ്കിൽ പ്ലെയർ എടുക്കണ്ടായിരുന്നു. നമുക്ക് കൈയോടെ ഊരി വെക്കാല്ലേ? എല്ലാം ഊരി വെച്ചോ. അഥവാ എമർജൻസിക്ക് ഓടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഇട്ടിട്ട് ഓടാൻ പറ്റില്ല. എല്ലാം ബാഗിനകത്തേക്ക് കയറ്റി വെച്ചോ. ഇതൊരു സേഫ് അല്ലാത്ത സ്ഥലമാണേ. അങ്ങനെ ഓടേണ്ടി വരുമോ? പറയാൻ പറ്റില്ല. രാത്രി ഏത് ജീവിയാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കയറി വരാൻ. ഇത് പോക്കല്ലേ? നിന്റെ കത്തി എന്തായാലും സെറ്റപ്പ് ആട്ടോ. ഈ ലെമണ് നിനക്ക് ലെമൺ വേണ്ട? വേണം. തിന്ന് കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല. നോട്ടെ. നാരങ്ങയുടെ പുളി ടേസ്റ്റില്ല, ഭയങ്കര പുളി. സംഭവം ടേസ്റ്റ് അല്ലേ? ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം ഇതാണ് കേട്ടോ.
ഇതൊക്കെ ഹെൽത്തിയാ. ഇതൊക്കെ ഹെൽത്തിയാന്ന് പറയാം. നല്ല ആരോഗ്യം കിട്ടും. അതെ. ആ സംഭവം ടേസ്റ്റ്, മധുരമുള്ള സൈസ് ചോളം അല്ലേ? ചുറ്റുവട്ടത്തേക്ക് ലൈറ്റ് അടിച്ച് നോക്കണം കേട്ടോ. ആ ഞാൻ എന്തായാലും ഉറങ്ങാൻ പോകുന്നില്ല. ജസ്റ്റ് പോയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് തലയായിട്ട് കിടക്കുക. ഉറങ്ങില്ല, ഉറങ്ങാൻ പറ്റില്ല. റിസ്ക്കാണ്. എന്തായാലും ഞങ്ങളുടെ ഫുഡടി കഴിഞ്ഞു. ഫുഡടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെറിയൊരു ഫുഡടി ഇല്ലടാ. ആ ഫുഡടി ഒന്നുമില്ല, ജസ്റ്റ് ഒരു നാസ്ത. ഇതെന്താടത്? ഇതെന്താടത്? അത് ഒരു ഗ്ലാസ്സാണ്. ഇപ്പോൾ നേരത്തെ പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇവിടെ? അത് ഈ വെള്ളത്തിൽ ഇട്ട് വന്നായിരിക്കും. ഇതെന്താ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണേ. ഇതുപോലെ ഒരു പാത്രമാണ് ഇതിനും കിട്ടിയത്. അതിനകത്ത് കുലുങ്ങുന്നുണ്ട്. ഇന്നലെ കിട്ടിയതാണ്. കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന കാര്യം സംശയമാണ്. ഉറങ്ങാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങള് ഇന്നത്തെ വിശേഷം. പിന്നെ ഞങ്ങൾ രാവിലെ നമ്മൾ ഏത് റൂട്ടിന് പോവാ? ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇങ്ങോട്ടേക്ക് ഒരു വഴി ഞാൻ കാണിച്ചില്ലേ, ഒരു ദൂരെ ഇങ്ങനെ വലിയ കല്ല് മരം എന്ന് പറഞ്ഞ അതില് പോവാനോ? അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങള് കാടും മലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം കാട്ടിലും മലയിലും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ എന്താ സംഭവം എന്താണെന്നുള്ളത് രാത്രി വല്ലതും ഉണ്ടെങ്കിൽ കാണാം അല്ലേ? രാത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ ഞങ്ങള് മാക്സിമം ഉറങ്ങാനാണ് നോക്കുന്നത്. അഥവാ ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമില്ല. ഒന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഞങ്ങളുടെ സ്മെല്ലും കാര്യങ്ങളും ഒച്ചയൊക്കെ കേട്ട് ഇങ്ങോട്ട് തന്നെ വരാൻ സാധ്യതയില്ല. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാട്ടോ ബാക്കി രാവിലെ അല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതിപ്പോ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടിപ്പോ ഉറങ്ങാന് ഓ ഈ ലൈറ്റ് അങ്ങോട്ട് എടുത്തു നോക്കട്ടെ. ഈ ചെറിയ ഈ റാന്തൽ ലൈറ്റ് ഇവിടെ കിടക്കട്ടെ അല്ലേ? ഈ എമർജൻസി ലാമ്പല്ലോ ഓഫാക്കി വെച്ചോ, മറ്റുള്ള റാന്തൽ ലാമ്പ് അങ്ങനെ ഓൺ ആയി കൊടുക്കാം. ഇത് പെട്ടെന്ന് കിട്ടുന്നിടത്ത് തന്നെ വെക്കാം അല്ലേ? അവിടെ തന്നെ വെച്ചോ. ഇത് ഓഫാക്കട്ടെ? അത് ഓക്കെ. ഇതൊക്കെ കിടന്നോട്ടല്ലടാ ഈ വെളിച്ചൊക്കെ? ഇതിപ്പോ തൂക്കിട്ടാലോ? ബാഗിൽ തൂക്കിടാല്ലേ? ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ? അവിടെ തൂക്കാൻ പറ്റുമോ? എന്നാ തൂക്കിയോ. എവിടെങ്കിലും ഒരു വേണ്ടേ? അതെ, പിന്നിലേ ഇങ്ങേ ഭാഗത്ത് ലൈറ്റ് ഇല്ല, കാലിന്റെ ഭാഗത്ത്. ശ്രദ്ധിക്കണട്ടാ.
പൊറൊക്കെ ഭയങ്കര വേല. നല്ല തണുപ്പല്ലേ? ഓ, മൂക്കൊക്കെ അടഞ്ഞു, ജലദോഷമായിന്നുണ്ട്. മൂക്കൊക്കെ അടഞ്ഞു. ഇതിനുള്ളിൽ നിന്നൊന്നും വരാഞ്ഞ ഭാഗ്യട്ടൊന്നല്ലേ? ഞാനൊന്നും അറിഞ്ഞ പെരും മഴ പെയ്തിരിക്കുന്നു രാത്രി. ഏതാ മഴ എന്നറിയാം. നല്ല മഴ. ഒന്നും അറിഞ്ഞില്ല. ഞാനീ നല്ല ക്ഷീണം കൊണ്ട് എപ്പോഴാ ഉറങ്ങിപ്പോയെന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. കൈയും കാലൊക്കെ വേനെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വഴുക്കലാണ്. ഇപ്പോഴാണ് ഒന്ന് വെളിച്ചം കാണുന്നത്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അടിപൊളി സ്ഥലം. അടിപൊളി സെറ്റപ്പ് വെള്ളം. അടിപൊളി വെള്ളം, അടിപൊളി വൈബ്. ഇത് മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ നമ്മളിനി ഇവിടുന്ന് നടന്നു പോകണം. ഇനി വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇന്ന് ക്യാമ്പ് ചെയ്യണം. അപ്പൊ എന്തായാലും ഇന്നലെ രാത്രിത്തെ അനുഭവം പ്രത്യേകിച്ച് ഒരു അനുഭവം പേടിപ്പിക്കുന്ന അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി പേടി ഉണ്ടായിരുന്നത് ഈ ഗുഹ ആയതുകൊണ്ടേ ഈ മറ്റേ പന്നി അങ്ങനെ എന്തെങ്കിലും പാഞ്ഞു കയറുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതെന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വീണ്ടില്ലേ, അതുപോലൊരു ഗുഹയാണ്. നമുക്കെന്തായാലും ഇനി ഇവിടുന്ന് വിട്ട് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് വീണ്ടും ക്യാമ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യട്ടോ. നമ്മൾ എവിടെ പോയാലും ഇതുപോലെ ഒരു സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതേ ഇപ്പോൾ മാഹിക്കാരന് 2-3 ദിവസം മുമ്പ് ഒരു സാധനം കിട്ടി. പിന്നെ ഒരു പാത്രം, അതിനകത്ത് എന്താ കുലുങ്ങുന്നുണ്ട്, അത് തുറക്കാൻ കിട്ടുന്നില്ല. പക്ഷെ ഇതേ ഇതിപ്പോൾ ഒരു പാത്രം, നല്ല പാത്രമാണല്ലോ, അടിപൊളി ഒരു പാത്രം. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ ഈ മഴയത്ത് ഒഴുകി വരുന്നതായിരിക്കണം, അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഇതേ ഇത് കഴുകി നോക്കാം അല്ലേ. അയ്യോ, നല്ല പാത്രമൊക്കെയാണ്. ഇതെങ്ങനെ ഇവിടെ വരുന്ന നോക്ക്. ഹായ്, ഒന്നുമില്ല. ഇതുണ്ടോ, ഇവിടെയൊക്കെ തുരുമ്പിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പൊ എനിക്ക് അങ്ങനെ കുറച്ചായിട്ടുണ്ടാവും ഇത് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ നിന്നൊക്കെ ഒന്ന് തെന്നിപ്പോയണ്ടല്ലോ, കയ്യിന്റെ കാലിന്റെ പെയിന്റ് അങ്ങോട്ട് പോകും. ഇവിടെയൊക്കെ നല്ല തെന്നലാട്ടോ. ഇതേടാ എനിക്കൊരു പാത്രം കിട്ടി. പാത്രം? ആ, ഇവിടെ പാത്രത്തിന്റെ കളിയാണല്ലോ. ഇത്
വെള്ളം കുത്തി ഒലിച്ചു വരല്ലേ. അപ്പൊ പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല, കാലി, നല്ല ഫ്രഷ് പാത്രം. അതാ ഇത് പെട്ടെന്ന് തുറക്കാനും കിട്ടിയതാ. പക്ഷെ എനിക്ക് കിട്ടിയ ഇതില്ല ഡബ്ബ, അതിനകത്ത് എന്താ കുലുങ്ങുണ്ട്. അത് കുലുങ്ങുന്നുണ്ട്. അതിപ്പോ എന്താണെന്നുള്ള നോക്കണം. അതിന്റെ ഒരു പിന്നെ പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല നിധിയാണോ അല്ലേ? നീ ഇവിടുന്ന് പെട്ടെന്ന് വിടാല്ലേ? ഇവിടുന്ന് അതൊക്കെ വിടാം. ബാഗിലെല്ലാം എടുത്തു വെച്ചല്ലേ? ബാഗെല്ലാം എടുത്ത് വെച്ചാ. ലൈറ്റ് ഒക്കെ എടുക്ക്. ലൈറ്റ് എടുക്കണം, ലൈറ്റ് എടുക്കണം. നമുക്ക് ഇതിൽ തന്നെ പോകലടാ. ഇതിനുള്ളിൽ ഒരു സൈസ് സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ല്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണം, ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം അല്ലേ? അതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. ഇനി കണ്ടിന്യൂ നമ്മൾ ഇതേപോലെ തന്നെ കാട്ടിലൂടെ യാത്ര ചെയ്ത് അവിടെ കുക്ക് ചെയ്ത് എവിടെയാണ് കിടക്കാൻ പറ്റുന്നത് വെച്ചാൽ അവിടെ കിടന്ന് ഉള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, എങ്കിലും സപ്പോർട്ട് ചെയ്യുക അല്ലേ? അതെ, സപ്പോർട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ ഞങ്ങൾ എന്തായാലും വിടുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. ഇനി ഇവിടുന്ന് മേളിലോട്ട് കയറാനാണ് ഒരു പാട്. എടാ ഇറങ്ങി വന്നപ്പോ ഇത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. ഇത് മഴ പെയ്തിട്ട് ഒന്നും കൂടി ഇതായില്ലേ, മഴന്റെ വെള്ളം ഒലിച്ചുകൊണ്ട്. വഴക്കുണ്ടാ നോക്കിയോ? പൊന്നെ വെളിച്ചം കണ്ടപ്പോ എന്തൊരു സന്തോഷാട്ടോ. എടാ ഈ സൈഡിൽ കൂടെ തന്നെ പോവല്ലേ? ഇതിലെ നീ ബാ. നോക്കി കുഴിയടാ, കുഴി. വെള്ളക്കെട്ട് പിന്നീട് തുടങ്ങിയല്ലോ.